ഗായ്സ് എൻ്റെ പിള്ളേരിൻ്റെ കൂടെ ഒന്ന് പുറത്തു വന്ന കണ്ടാണ്. അപ്പം ഒരു കേക്ക് ഉണ്ട്, ഒരു കേക്ക് മുറിച്ച് ചേട്ടൻ്റെ പിറന്നാളിന് മുറിച്ച ഒരു കേക്ക് ഉണ്ട്. അപ്പം അത് പിള്ളേർ കൊണ്ട് കൊടുക്കാം. ഗായ്സ് ഒരു വെള്ളക്കുരു, മോഹക്കുരു ആണോ തോന്നുന്നുണ്ട്. ഗായ്സ് ഇതാണ് സന്ദീപ് ഏട്ടാ. ഹാപ്പി ക്രിസ്മസ്. വരുന്നുണ്ടോ? പോയിട്ട് വരാം. കേക്കൊക്കെ ഉണ്ട്. ഇല്ല ഷാവുലിക്ക, കേക്കൊക്കെയാണ്. കേക്ക് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ മുറിച്ച് കഴിക്കാം. ക്രിസ്മസ് അല്ലേ. വെച്ച കേപ്പി ആണ് കോളില്. കേപ്പി ഇത്ര എത്തി. കേക്ക് ഗായ്സ് നമ്മുടെ അടുത്ത പയ്യനാണ് കേപ്പി. അബി കേപ്പി സാറേ. ഹായ്. ശരി, ആ കേക്ക് കൊടുക്ക്. കേക്ക് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഹാപ്പി ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ്. അല്ല, ഏട്ടന്റെ പിറന്നാള് 1-ാം തീയതിയാണ്. അപ്പൊ പോണ അഡ്വാൻസ് ആയിട്ട് കട്ട് ചെയ്തു. ദേവിജി എവിടെയാണോ? ഫുള്ളായിട്ട് കാണിക്ക്. എത്ര ഉണ്ട് ഗായ്സ്? കണ്ടല്ലോ അല്ലേ? ആക്കം മതി. ഞാൻ കഴിക്കില്ല, നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിച്ചോ. എനിക്ക് ഷുഗർ കട്ടാണ്, പക്ഷെ ജ്യൂസൊക്കെ കുടിക്കും. എങ്ങനെയുണ്ട് അബി? അങ്ങനെയുണ്ടോ? മുമ്പ് കട്ടിട്ട് പോയതാ. ആ കൊടുത്തോ? ബാക്കിൽ കൊടുത്തോ? ഓക്കെ ഗൈസ്, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം, ഇറങ്ങിയിട്ടൊക്കെ വരാം. ഗൈസ് ഞങ്ങള് മലമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോണതിന്റെ ഇടയിൽ ഇവിടെ ഒരു ജനകീയ ഹോട്ടലുണ്ട്, ഫേമസ് ഹോട്ടലാണ്. മീൻ വാങ്ങിക്കാം അല്ലേ? മീനോ പോർക്കോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കുറച്ച് മലമ്പുഴയിലെ എന്താ പറയാ വെള്ളച്ചാട്ടമൊന്നുമില്ല, കവയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് കുറച്ച് തിന്നിട്ട് വരാം ഗൈസ്. ചെറിയൊരു വയ്യാത്ത കുട്ടിയാണ് ബാക്കിൽ ഇരിക്കുന്നത്, ഒന്നും വിചാരിക്കല്ലേ. അതെ, പനി ആയതുകൊണ്ടാണ് ഈ എ സിയില് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കണത്. പുറത്ത് വെയില, ചൂടെടുക്കണ്ടെന്ന് എടുത്തിട്ട്. പിന്നെ സൂര്യൻ കുറച്ച് പ്രശ്നമുണ്ട്. സൂര്യൻ ഹോട്ടല് അത് അടച്ചിട്ടുണ്ടോ? ഇയാള് വരില്ല കാര്യം. ഇയാൾക്ക് എന്താണ് എന്തോ രോഗം കൊണ്ടുപോകണം, നടക്കാൻ മടി, എല്ലാത്തിനും മടി. ഇൻട്രോവേർട്ട് ആണ്. അതെ, ഇയാളും ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ, ചാറ്റ് ചെയ്യുമ്പോ മാത്രം എക്സ്ട്രോവേർട്ട് ഉള്ളു. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, ആ ചങ്ങായിക്ക് ഭയങ്കര മടിയാണ്. എന്താ പറയാ, വരുന്നുണ്ട്. കുറച്ച് നിർബന്ധിച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ചാവി എടുത്തു അടച്ചാ മതി. ഈ സ്ഥലം വരുന്നതില്ലേ, മലമ്പുഴക്ക് പോകുമ്പോ നമ്മള് പാലക്കാട് നിന്ന് വരുമ്പോ മലമ്പുഴയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു പാലം വരുന്നു. ആ പാലം എത്തുന്നതിന് മുന്നാണ് ഇവിടെ ഒരു ഹോട്ടൽ വരുന്നത്. മീന് മാത്രം മതി. ഇതാണ് ഹോട്ടൽ. അതില്ല, ഇതാണ്. അപ്പൊ 270, 260. ഞങ്ങൾ നോക്കട്ടെ കേട്ടാ, ഏത് മീൻ എടുക്കണം നോക്കിയിട്ട് വരാം. ബോട്ടി ഒന്നും, ഒരു ബീഫ്, ഒരു മട്ടൻ ബോട്ടി പാഴ്സല്, ഒരു ഊണും പറഞ്ഞാലോ? ഒരു ചോറും കൊടുക്കയില്ലേ? ചോറും മതി, നമുക്ക് ഓക്കെ ഗൈസ്. ഒരു പോർഷൻ ബോട്ടിയും പിന്നെ മട്ടൻ ലിവറും പറഞ്ഞിട്ടുണ്ട്, അല്ല ബീഫും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നെടുത്തു, പിന്നെ എല്ലാം ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. മതി. പൂവ് പോലെയുള്ള മീന്, പൂവാത്ത മീൻ ഉള്ളാട്ടോ. പൂവാത്ത എന്താന്ന് നോക്കാം. അതെ, ഐസ് ഇത്രയും സാധനം വെറും 400 രൂപയായിട്ടുള്ളൂ. സന്തോഷമാണ്. എന്താ പറയുക, സന്തോഷം എങ്ങനെ അറിയിക്കാല്? നാടനാണ്. വെറും 400 രൂപ മാത്രം. ഓക്കെ, സ്ഥലം വരുന്നത് ഇതാണ് ഹോട്ടല്, ജനകീയ ഹോട്ടൽ. ഈ സ്ഥലം വരുന്നത് കടുക്കാംകുന്നം. ഒരു പാലം വരുന്നുണ്ട്, കടുക്കാംകുന്നം കഴിഞ്ഞിട്ട് ഒരു പാലം വരുന്നതിന് മുന്നാണ് ലെഫ്റ്റ് സൈഡായിട്ട് ഈ ഹോട്ടൽ വരുന്നത്. ഗായ്സ് കേറിക്കോ, ഒന്നും നോക്കണ്ട, അടിപൊളിയാണ് ഗായ്സേ. വെറും 400 രൂപയേ ഉള്ളൂ. എത്ര മീനാണ്? ഒരു 5-6 ഐറ്റം മീനെടുത്ത്, അല്ല 6 ഐറ്റം അല്ല 4 ഐറ്റം മീനും എടുത്തു. പിന്നെ മട്ടൻ, ബീഫ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓ ലാവിഷാണ് ഗായ്സ്.
മുകളിൽ കൂടെ പോകാൻ പറ്റും തോന്നില്ല കേട്ടോ. കൺഫേം പോകാൻ പറ്റും തോന്നുന്നില്ല. ആ വിട്ടോ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ പോകാൻ പറ്റില്ല. നമ്മളെ മാറ്റി വിട്ടു. റഷ് നല്ല തിരക്കുണ്ട്. കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് നിജാം വേണ്ടേ. ഫാമിലി ടൈം പിടിക്കട്ടെ. ഹായ് ബൈ. ഞങ്ങളും ഫാമിലി ടൈമിലാണ്. യെസ് ഞങ്ങൾ വിനയ് ഫാമിലി ടൈം. ഫാമിലി ടൈം അത് പോകാൻ പറ്റില്ല. ബ്ലോക്ക് ചെയ്തിരിക്കണം. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അതിപ്പോ തിരക്ക് കാരണം വണ്ടി അങ്ങനെ കയറ്റി വിടാന്നുണ്ട്. മേലെ മൊത്തം ആൾക്കാർ. മുട്ടപ്പറമ്പ് വലിയായില്ലേ. വെള്ളം കടല് പോലെയുണ്ട്. ഇതാണ് കടൽ. പാലക്കാടിൽ ഇല്ലാത്ത കടൽ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു. സ്പോട്ട് എത്തിയിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ് ഈ മീൻ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, സെറ്റാണ്. ഒരു കഷ്ണം ബീഫ് എടുക്കുന്നു. എങ്ങനെയുണ്ട്? സെറ്റായിട്ടുണ്ട്. ഈ മീനിന്റെ പേരെന്താ? ചിലവരും മാന്തള് പറയും, നന്ദിമീനെന്ന് പറയും, വേറെ സ്ഥലത്ത് ഓരോന്ന് പറയാം. എന്തായാലും ഞാൻ കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഇറക്കി നോക്കട്ടെ. ഇറക്ക് ഇറക്കോ. ഉപ്പിന്റെ കുറവുണ്ടോ? നോക്ക്. ഞാൻ ഈ ഒരു മീൻ എടുത്ത് നോക്കട്ടെ. നോക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അത് എന്താണ് കുറവ്? മസാല ഇതിൽ കുറച്ച് മസാല ഗുണമില്ലാതെ കുറവാണെന്നാ. ഓക്കെ പറ കാര്യം. ഓക്കെ ഈ മീൻ എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ല കായ്, ടേസ്റ്റ് ഉണ്ട്. ഇനി ബോട്ടി എന്റെ ഫേവറേറ്റ് ആണ് അവിടുത്തെ. നന്നായിട്ടുണ്ട് ഗായ്സ്. ഇയാൾ എവിടെയോ പോയിട്ട് ഒരു തേങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല കരിക്ക്. ഇതിന്റെ ഓണർ കാണുകയാണെങ്കിൽ ആളിനെ പിടിച്ചിട്ട് പോണേ. ആ കുടിച്ചു നോക്കാം. അതൊന്ന് പൊളിക്കിട്ടാ, ഒന്ന് പൊളിക്ക്. എറിഞ്ഞോ അതന്നെ പൊട്ടിക്കണേ. ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ. തേങ്ങ പൊട്ടിക്ക. പൊട്ടിയാ ഒരുപാട് തനി ലോക്കൽ സാധനവും. ഇതോ പൊട്ടി നല്ല ഇളനീരന്ന്. എങ്ങനെ ഇരിക്കണം ഇപ്പൊ? നല്ല ഇളനീര്. ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് അറിയോ? കുറച്ച് മീൻ ചോറിൽ കൂട്ടി വെക്കുക. അത് കുറച്ചും കൂടെ എടുക്കുക. പിന്നെ ഒരു കഷ്ണം ബീഫ് എടുക്കുക. ഇതാ മീന്. മാന്തളം കുറച്ചെടുക്കുക. പിന്നെ കുറച്ച് മുട്ടക്കോസ്, പിന്നെ ക്യാബേജ് കഴിഞ്ഞ എടുക്കുക. എല്ലാം കൂടെ അങ്ങോട്ട് നിങ്ങൾ എന്റെ വായിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന അങ്ങനെ വേണം കഴിക്കാൻ.